വേറൊരു കാര്യം വന്നതിന്റെ കാര്യം എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് April 1. അപ്പൊ അതിന് എന്റെ അമ്മയ്ക്ക് വിഡ്ഢികളുടെ ദിനം. പക്ഷെ അമ്മ ഒരിക്കലും മോള് പറയുന്നത്. അല്ല, എന്റെ അമ്മ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടൊരു സാരി വാങ്ങിക്കണമെന്നുണ്ട്. വേറെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ വേണ്ടി കാശില്ല, അതുകൊണ്ട് സാരി വാങ്ങിക്കാം. ഓക്കെ, നോക്കൂ, ഇത് വേറൊരു കളറാ, റെഡ്. അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് എന്ത് വേണം? എന്ത് വേണം? നെക്ലസ് വേണോ? അത്രയും ഫണ്ടില്ല. സ്വർണ്ണം ഉണ്ടേലേ വാങ്ങിക്കത്തുള്ളോ? പിന്നെ എന്തേലും എന്ത് വേണം? മതി. അപ്പം അമ്മ ലിപ്സ്റ്റിക്ക് വേണോ? 4000 ഭാവന ഇടുന്ന എന്തോ ദേവ ചക്കരക്കുട്ടി. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ സാരി എടുക്കാൻ പോകണം. ഇങ്ങനത്തെ സാരി അമ്മയ്ക്ക് ഉണ്ടോന്ന് അറിയത്തില്ല, എന്തായാലും കൊടുക്കാം. ഇത് അമ്പലത്തിലെ ഫ്രണ്ടിൽ നിന്ന് സാരി മേടിക്കുന്ന എക്സ്പ്രഷൻ കിട്ടും. ബർത്ത്ഡേക്ക് ഇത് കൊടുക്കുവോ? ബ്ലൗസ്. സോ അപ്പോൾ ഗൈസ്, ഞാൻ അന്ന് തന്നെ സാരി വാങ്ങിച്ച ദിവസം തന്നെ കൊടുത്തു. കാരണം എനിക്കൊരു സാക്ക് സർപ്രൈസ് കൊടുത്ത് എനിക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ അറിയത്തില്ല. അപ്പോൾ അന്ന് തന്നെ കൊടുത്തു, അമ്മയുടെ ഒരു സന്തോഷം കാണാൻ വേണ്ടി. അപ്പോൾ അന്ന് തന്നെ കൊടുത്ത് അമ്മ ഉടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തു. അമ്മ ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഹാപ്പിയായി. അതുമാത്രമല്ല, എൻ്റെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കൊടുക്കുക അമ്മയുടെ ഹാപ്പിനെസ് കാണട്ടെ. സോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഐ എം സോ ഹാപ്പി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് എണീറ്റേ ഉള്ളൂ. ഒരു 8:30 ആയപ്പം ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്തു. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇന്നത്തെ ദിവസം കൂടിയാണ്. അമ്മയുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, April 1. അപ്പോൾ കുറേ എല്ലാവരും ചോദിക്കും, April Fool ഇല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ April 1 കുറേ ഞാൻ ചെറുപ്പത്തിലൊന്നും എനിക്കറിയില്ല. അമ്മയുടെ ബർത്ത്ഡേക്ക് 10th സർട്ടിഫിക്കറ്റിലൊക്കെ May 30 എന്തോ എഴുതിയേക്കുന്നത്. അപ്പോൾ അതായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വളർന്ന് ഒരു പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും ബോധം വെച്ച പ്രായപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു April 1. പക്ഷെ അമ്മ ആരോടും പറയത്തില്ല, കാരണം April Fool എന്ന് എല്ലാവരും പറയില്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയുടെ ബർത്ത്ഡേ ഏത് ദിവസമായാലും അത് നമ്മൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 2 വർഷം, കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല, കാരണം കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പറ്റിയില്ല. അപ്പം ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വിചാരിച്ചു, കാരണം അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയൊന്ന് വിഷ് ചെയ്യാം. ഈ ബർത്ത്ഡേ മോമി. എന്ത് വേണം? എന്തെങ്കിലും വേണം? എന്തോ സിനിമ കാണാൻ പോണോ? എമ്പുരാൻ. എപ്പോ? എന്നെപ്പോ പോണം? ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കിട്ടുമോ? എനിക്കറിയത്തില്ല, നോക്കാം. അമ്മ വിഷ് ചെയ്താ? ആബി അമ്മ വിഷ് ചെയ്താ? അമ്മ വിഷ് ചെയ്താ? ആബി തിന്നാനായിട്ടിരിക്കുന്നു. അപ്പോ ഞങ്ങള് ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ രാവിലെ അമ്മയെ വിഷൊക്കെ ചെയ്തിട്ട് ഞങ്ങള് പുറത്തോട്ടിറങ്ങി. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല, കേക്ക് വാങ്ങിക്കണം. പിന്നെ ഇത് കണ്ടോ, ഒരാളെ ഞങ്ങൾക്ക് പിങ്കിയുടെ വീട്ടിൽ കൊണ്ടുവരണം. നമ്മുടെ ഹോസ്റ്റൽ സർവീസ് ഉള്ളിടത്തായിരുന്നു പിങ്കി ഇത്രയും ദിവസം. പിങ്കിയുടെ വീട്ടുകാർ എവിടാണ്ടൊക്കെ ഹോങ്കോങ്ങിൽ പോയിരിക്കായിരുന്നു. അപ്പം അതുകൊണ്ട് പിങ്കിയെ നമ്മള് ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു. പക്ഷെ പിങ്കി ഭയങ്കര ലവിങ് ഡോഗ് ആട്ടോ. ചരിത്രം പറയാം. പിങ്കിയെ ഒരു ബ്രീഡർ വളർത്തിയിട്ട് മാക്സിമം കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് മാമറി ഗ്ലാൻഡ് ഒക്കെ തൂങ്ങി പശുവിനെ കാട്ടി വലുതായിട്ട് കിടക്കുമായിരുന്നു.
അങ്ങനെ വഴി കൊണ്ട് കളഞ്ഞൊരു പാവം ലാബ്രഡോറാണ്. ഭയങ്കര പാവം. അപ്പോൾ ഗൈസ് മാവേലിക്കര പോകുന്ന വഴിയിലുള്ളൊരു ഡോക്ടറിൻ്റെ എന്തോ വീടാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പിങ്കിയെ കൊണ്ടുവിടാൻ പോവാണ്. അപ്പോൾ പിങ്കി നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര പാവം ലാബാണ്. എനിക്കറിയത്തില്ല ആൾക്കാർ എങ്ങനെ ഇതിനെയൊക്കെ കൊണ്ട് കളയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മാവേലിക്കരയിലാണുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, പിങ്കിയെ കൊണ്ടുവിടാനായിട്ടാണ് നമ്മൾ മാവേലിക്കര വന്നത്. മാവേലിക്കരയിൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ മാവേലിക്കര. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ മാവേലിക്കര എന്ന് പറയുന്നത് ഓണാട്ടുകര എന്നൊക്കെ പറയുന്ന ഏരിയ ആണ്. കായംകുളം, മാവേലിക്കര, ഓച്ചിറ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള സൈഡൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ് മാവേലിക്കര. എനിക്ക് ഇവിടുത്തെ മണ്ണ് കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ ഒരു ഏരിയയൊക്കെ തഴവ, നമ്മുടെ ആ ഒരു കല്ലേരി ഭാഗം ഏരിയ പോലൊക്കെ തന്നെയാണ് ഈ മാവേലിക്കര ഏരിയ. സോ എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നത് പിങ്കിയെ വിടാനാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പരിപാടിയുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ നമ്മൾ എമ്പുരാൻ കാണാൻ പോവാം രാത്രി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കേക്ക് വാങ്ങിക്കണം. അപ്പോൾ കേക്ക് വാങ്ങിക്കുന്ന ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അമ്മ അങ്ങനെ അത് അത്രയ്ക്ക് അങ്ങ് ആഘോഷിക്കണം എന്ന് ആഗ്രഹമുള്ള ആളൊന്നും അല്ല. വിഷ് ചെയ്യുന്ന തന്നെ ഭയങ്കര സന്തോഷമുള്ള ആളാണ്. അമ്മ ഇന്ന് കുറേ പേര് വിഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞായിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വലിയ അങ്ങനെ അമ്മ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അവര് ചെറുപ്പത്തിൽ ഇതൊന്നും ആഘോഷിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനെയൊന്നുമില്ല, മമ്മി വളരെ റൊമാൻറ്റിക് ആണ്. അവര് അച്ഛനോട്ടൊക്കെ എഴുതിയ കത്തുകളൊക്കെ മീനാക്ഷി എന്നോട് പറയാറുണ്ട്. ഭാര്യയ്ക്ക് എഴുതിയ ഒരു 20 കത്തുകൾ. അത് അന്ന് ഫോണില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഇപ്പൊ കത്തയച്ചാൽ ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കത്തുകൾ കിട്ടും. അങ്ങനെയാണ് അച്ഛൻ പണ്ട് അച്ഛൻ ഗൾഫിലായിരുന്നു, ബഹ്റിനിലായിരുന്നു. അച്ഛൻ ലെയ്മർഡിയനിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവർ റൊമാൻറ്റിക് ഹീറോയിൻ ആയിരുന്നു പണ്ട്. അപ്പോൾ ആ സമയത്തുള്ളതൊക്കെ അങ്ങനെയാണ്. പക്ഷെ അമ്മ അങ്ങനെ പുറമെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ മക്കളോടെന്ന് പറയുന്ന അമ്മയ്ക്ക് ജീവനാണ്. 2 മക്കൾ, അതുപോലെ അമ്മയ്ക്ക് പൊസസീവ്നെസ് ഉണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ. നല്ല ജീവനാണ് 2 പേരെന്ന് പറയുന്ന അമ്മയുടെ ഭയങ്കര ഇതാണ്. ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ പട്ടിക്കുട്ടികളോടാണെങ്കിലും എനിവേ ഗൈസ് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അമ്മയ്ക്ക്. അമ്മ ഭയങ്കര പാവമാണ് എൻ്റെ അമ്മ. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അമ്മ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം അമ്മ വേണം. ഞാൻ വന്ന് കയറുമ്പോൾ അമ്മ വേണം, അമ്മ എനിക്ക് ചായ തരണം, ബിസ്ക്കറ്റ് തരണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് ജയ്പൂർ പോയപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അമ്മ ഇല്ലാത്തതും അമ്മ ഉണ്ടാക്കി തരുന്നത് ചായ. ഐ എം എ ചായ ആൻഡ് കോഫി ലവറാണ്. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കാര്യത്തിൽ. പക്ഷേ എനിവേ ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ചേ പറ്റൂ. എന്തായാലും ഈ 5.5 വർഷം എന്ന് പറയുന്നത് പഠിച്ചേ പറ്റൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മയുടെ ബർത്ത്ഡേ എനിക്ക് ആഘോഷം എന്നല്ല ഗൈസ്, ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്വന്തം അമ്മമാരുടെ ബർത്ത്ഡേക്ക് നിങ്ങളൊരു കേക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു മുട്ടായി ആണെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾ രാവിലെ എണീറ്റ് അവരെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഒരു ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, അവരും നമുക്ക് മാറ്റർ ചെയ്യും. ദേ ഓൾസോ മാറ്റേഴ്സ് ടു അസ് എന്ന് നമുക്ക് എന്താ പറയുക, അവർക്കത് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. വലിയ പാർട്ടി നടത്തി ഭയങ്കര ബുഫേ വെച്ചിട്ട് അങ്ങനൊന്നും ആഘോഷിക്കണം എന്നല്ല. ചെറിയ കാര്യങ്ങൾ, ചെറിയ ഒരു സദ്യ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുക, ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് തന്നെ വളരെ സന്തോഷമാണ്. എൻ്റെ അമ്മ അങ്ങനെയാണ്. ചെറിയ കാര്യങ്ങളിൽ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ പക്ക മല്ലു മമ്മിയാണെങ്കിലും എൻ്റെ അമ്മ വളരെ പാവമാണ്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ഞങ്ങളുടെ കാര്യങ്ങൾക്കും ഒരുപാട് അമ്മ മാറാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്കൊരു റെസ്ക്യൂ വന്നു പെട്ടെന്ന്. അപ്പോൾ ആ റെസ്ക്യൂ നമ്മൾ മാവേലിക്കരയിൽ മിക്കപ്പോഴും വരുന്ന സ്ഥലമാണ്. അപ്പോൾ മാവേലിക്കരയിൽ ഇപ്പോൾ ഒരു 2 ചേച്ചിമാരുണ്ട്, ശ്രീജ ജയ എന്ന് പറയുന്ന 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ മിക്കപ്പോഴും റെസ്ക്യൂസൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ റെസ്ക്യൂ വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വണ്ടിക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ചെറിയൊരു ഫ്രാക്ചർ, ബാക്ക് ലെഗിലൊരു ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു നല്ല
എഡിമ പോലെ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് സർജനെ കാണിക്കണം, അതുപോലെ തന്നെ എക്സ്റേ എടുക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കാരണം റെസ്ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് റെസ്ക്യൂ വന്നതുകൊണ്ട് പിന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് അപ്പോൾ കുറച്ച് താമസിച്ചു. പിന്നെ അവിടെ ഇരുന്ന കേക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഇതായിരുന്നു. സോ അത് തന്നെ എടുത്തു അമ്മയ്ക്ക്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ആദ്യം ചോദിച്ചു അമ്മ ഇതൊക്കെ കഴിക്കുമോ എന്ന്. പക്ഷെ അമ്മ കഴിക്കും കേട്ടോ ഇതൊക്കെ. എനിക്കും ഇഷ്ടപ്പെട്ടു കേക്ക്. നമ്മളത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കേക്ക് വാങ്ങിച്ചു. നമുക്ക് കേക്ക് അമ്മയ്ക്ക് കൊടുക്കാം. വാ വാ, എനിക്ക് കേക്ക് കൊടുക്കാം. കേക്ക് കൊടുക്കാം. ചോക്കോ, പക്ഷേ മിൽക്ക് ചോക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. സന്തോഷായോ? ഇത് എൻ്റെ മാമൻ, സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവേ. മാമൻ ഈ വർഷം റിട്ടയർ ആയി ഗൈസ്. കേക്ക് അങ്ങനെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഇരിക്കത്തില്ല, കുറച്ചുണ്ട്. അതിന്റെ പകുതി തിരിച്ചാ വെക്കണ്ട. ഞാൻ അമുക്കിയാ വെച്ചാൽ മതി, നക്കി തിന്നു. വീട്ടിൽ പോയി അപ്പോൾ ഞാൻ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അപ്പം ഈ ഏപ്രിൽ 1 ആഘോഷിക്കുന്നതിൻ്റെ കാര്യം എനിക്കതിങ്ങനെ ഏപ്രിൽ ഫൂളാണെന്ന് അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കാരണം ഞാൻ ഇതൊക്കെ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഏപ്രിൽ ഫൂൾ ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണെന്നൊക്കെ നമ്മൾ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ ഓരോ പിള്ളേർ പറയുന്നത്. ഏപ്രിൽ ഫൂളും ഞാൻ അങ്ങനെയൊക്കെയാണ് അറിയുന്നത്. ഓരോ പിള്ളേർ നമ്മളെ പറ്റിക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. സോ അപ്പം അതുകൊണ്ടാണ് അമ്മയുടെ ബർത്ത്ഡേ. പിന്നെ നമ്മൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും അയ്യോ ഏപ്രിൽ ഫൂളിൻ്റെ ഒക്കെ അന്നാണോ ബർത്ത്ഡേ എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. സോ നമ്മൾ എന്തായാലും ഇന്ന് അമ്മ ഹാപ്പി, ഞാൻ ഹാപ്പി, ഗിഫ്റ്റൊക്കെ കൊടുത്തു. പക്ഷെ നമ്മൾ എമ്പുരാൻ കാണാൻ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ ടിക്കറ്റ് നോക്കി കിട്ടിയില്ല. എന്താ ഇങ്ങനെ ടിക്കറ്റ് നോക്കി കിട്ടിയില്ല. പിന്നെ ദേവയ്ക്ക് താല്പര്യമില്ല എമ്പുരാൻ കാണാൻ പോകാനായിട്ട്. അത് ഭയങ്കര ഹൈപ്പ്ഡ് പടമായതുകൊണ്ട് കാണാനായിട്ട്. പിന്നെ മോഹൻലാൽ ഇല്ല എന്നൊക്കെ കുറേ പേര് പറയുന്നതൊക്കെ കേട്ട് അതുകൊണ്ട് കാണാൻ പോകാൻ ദേവയ്ക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല ഗൈസ്, ഇപ്പം കുറച്ച് സമയം കിട്ടിയില്ല, തിരക്കുകൾ കുറച്ച് റിലീഫ് ആയ ശേഷം കാണാൻ. പിന്നെ ഇന്ന് ഞാൻ ടിക്കറ്റ് നോക്കി. ഇന്ന് ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ഇവിടെ കരുനാഗപ്പള്ളിയിലൊന്നും ടിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടും നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് അമ്മയായിട്ട് എല്ലാവരുമായിട്ടും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് എനിക്ക് ലൂസിഫറിൻ്റെ അത്രയും എല്ലാവരും അത്രയും കൊള്ളാമെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് എനിക്കും ഒരിതുണ്ട്. എന്നാലും കാണണം. നമ്മൾ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് നമ്മൾ കാണും. ഓക്കെ. സിനിമകൾ എപ്പോഴും റിവ്യൂ പറയുന്നതിനോട് എനിക്കും താല്പര്യം. കാരണം നമ്മൾ പണ്ട് കാലങ്ങളിൽ ടോം ആൻഡ് ജെറിയും മറ്റേ മിസ്റ്റർ ബീനോ കാണുന്നത് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടായിട്ടാണോ വളരെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത്. എന്റർടൈൻമെന്റ്. അതിനകത്ത് ഇനി 1 മണിക്കൂർ 1/2 മണിക്കൂർ ആണെങ്കിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ എനിക്ക് സമയം ഒന്ന് ചെലവഴിക്കണം എന്ന് തോന്നുന്നവർക്ക്
ഏത് കൂറപ്പടമാണെങ്കിലും പോയി കാണാം. ഒരു മരുഭൂമിയിൽ നിങ്ങൾ 2 കൊല്ലം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ഒരു ഊമയായിട്ടുള്ള പടങ്ങൾ വരെ ഇരുന്ന് നിങ്ങൾ കാണുമായിരിക്കും. പ്രത്യേക ലാംഗ്വേജ് അറിയാത്ത പടങ്ങൾ ഇരുന്ന് കാണുമായിരിക്കും. അങ്ങനത്തെ ഈ സെൻസിലാണ് ഞാൻ കാണുന്നത്. ഇപ്പം പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് ആരുടെ പടമാണെങ്കിലും, അതിപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ, നമുക്ക് നല്ല നടന്മാരാണെങ്കിലും ആരുടെ പടമാണെങ്കിലും എനിക്കതിനകത്തൊരു എന്തെങ്കിലും ഒരു കാണാനൊരു മനസ്സിനകത്തുനിന്ന് തോന്നണം. ഇപ്പം അങ്ങനെയുള്ള പടങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ നന്നായിട്ടാണ്, മീൻസ് എനിക്കൊരു സന്തോഷം കിട്ടാനും അമ്മയ്ക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ വലിയ ഗ്രാൻഡായിട്ടൊന്നുമല്ല, ചെറിയൊരു കേക്ക് വാങ്ങിച്ചു, അതുപോലെ തന്നെ അമ്മയ്ക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തു, പിന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തു. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ ഇനി അടുത്തടുത്ത വ്ളോഗിലൂടെ നിങ്ങളെ അടുത്തടുത്ത് എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും ഈ ശല്യങ്ങളായിട്ട്. അതെ, ഞാൻ എന്തായാലും വരും. എല്ലാ ദിവസവും ഓരോരോ വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള വ്ളോഗ്സ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തിക്കോ എല്ലാവരും. ഓക്കെ, ഇതിനകത്ത് ബലിയാടുകളാവുന്നതൊക്കെ ഞങ്ങളൊക്കെ തന്നെയാണ്. അതെ, ഇവരെ എല്ലാവരും അമ്മ, പാറു, ദേവ, ഇനി ബാക്കി ഒരുപാട് പേരുണ്ട് നിങ്ങൾ പരിചയപ്പെടാൻ. ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അനിയന്മാരുണ്ട്, ഇവരൊക്കെ ഞങ്ങൾ ഇവളുടെ എല്ലാവരും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒക്കെ എല്ലാവർക്കും ബൈ.